നമുക്കിന്ന് എറണാകുളം മേത്തർ ബസാർ, ബ്രോഡ്വേ, പിന്നെ അതേപോലെ ജ്യൂ സ്ട്രീറ്റ് ഇതെല്ലാം ഒന്ന് കണ്ടാലോ. നമ്മൾ MG റോഡിൽ നിന്ന് കോൺവെന്റ് റോഡ് പോയി കൊളംബോ ജംഗ്ഷനിൽ എത്തിയിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് നമ്മളെ മാർക്കറ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് റോഡ് ഡയറക്റ്റ് മേത്തിൽ ബസാറിലേക്ക് എത്തും. ഇവിടെയൊക്കെ അധികം തുണിയുടെ ഷോപ്സ് ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, മാപ്പിൽ നോക്കിയാൽ അറിയാം. അതേപോലെ ഫാൻസി ഷോപ്സ്, ബാഗ്സിൻ്റെ ഷോപ്സ്, അങ്ങനെ സ്റ്റേഷനറി ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് കണ്ടോ? അങ്ങനെ നമ്മൾ കോൺവെന്റ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഈ മാപ്പ് നോക്കിയാൽ അറിയാം. ഈ കാണുന്നതാണ് കോൺവെന്റ് ജംഗ്ഷൻ ഷോപ്പിംഗ് സെന്റർ. ഇവിടെയൊക്കെ കുറെ ഹോൾസെയിൽ കടകളുണ്ട് കേട്ടോ. മിക്കതും റീറ്റെയിൽ ഇല്ലാത്ത കടകളും. ഞാൻ ആദ്യം വന്ന സമയത്ത് എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. ബ്രോഡ്വേ, മേത്തിൽ ബസാർ, ജ്യൂ സ്ട്രീറ്റ്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. ഇവിടെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. പ്രസ് ക്ലബ് റോഡ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കണ്ടു. നമ്മളിനി റൈറ്റ് സൈഡ് പോയ ഗോപാലപ്രഭു റോഡാണ്. ഇവിടെ ഒരു വലിയ തുണിക്കട ഉണ്ട്. ഇനി വരുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡ് പോയ ക്ലോത്ത് ബസാർ റോഡാണ്. നമ്മൾ മേത്തിൽ ബസാർ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോവാം. നമ്മൾ മേത്തിൽ ബസാറിന്റെ പുറകുവശത്തിലൂടെയാണ് കയറുന്നത്. ശരിക്കുള്ള എൻട്രൻസ് ബ്രോഡ്വേ വഴിയാണ്. ഇവിടെ അലങ്കാര ചെടികളും കളിപ്പാട്ടങ്ങളും പാവകളും ലൈറ്റ് അറേഞ്ച്മെന്റ്സും ആണ് മെയിൻ. കലാപരിപാടികൾക്കുള്ള മേക്കപ്പ് സെറ്റ്, ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് ഷോപ്സ് എല്ലാം കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. പല ഡിഫറെന്റ് ഷോപ്സ് ഉണ്ട്. അപ്പൊ അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മാപ്പ് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നിന്റെ മൗനം പറയാത്ത വാക്കായി എന്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. കാലം മഞ്ഞായി വീണാലും ഓർമ്മകളിൽ നീ നിറയുന്നു. ഒരു നിശ്വാസം. ഇനി നമ്മള് മേത്തിൽ ബസാറിന് ബ്രോഡ്വേക്ക് പോകുന്ന വഴിയിലൂടെയാ പോകുന്നത്. ഇതാണ് കേട്ടോ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നമ്മുടെ എറണാകുളത്തുകാരുടെ ക്രിസ്മസ് മാർക്കറ്റ്. അങ്ങനെ മേത്തിൽ ബസാറിന്റെ ബ്രോഡ്വേയിലുള്ള എൻട്രൻസ് നമ്മൾ എത്തി. അടുത്തതായി നമ്മൾ ജ്യൂ സ്ട്രീറ്റ് ആണ് കാണുന്നത്. മറൈൻ ഡ്രൈവിന് സമീപം ഇതാണ് ജ്യൂ സ്ട്രീറ്റ് എൻട്രൻസ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ജ്യൂ സ്ട്രീറ്റിലേക്ക് പോവാം.
ഈ റോഡ് അവസാനിക്കുന്നത് പുല്ലേപ്പടി ജംഗ്ഷനാണ്. അവിടുന്ന് നമ്മൾ ചിറ്റൂർ റോഡ് എത്തും. ജൂ സ്ട്രീറ്റിൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുക ബാഗ്, കളിപ്പാട്ടങ്ങൾ, അങ്ങനത്തെ ഷോപ്സാണ് കൂടുതൽ. പിന്നെ ഫാൻസി, ഗിഫ്റ്റ്, അധികം ഹോൾസെയിൽ കടകളാണ് ഉള്ളത്. നമ്മൾ മാപ്പ് ശ്രദ്ധിച്ചാൽ ലെഫ്റ്റ് റൈറ്റും ബ്രോഡ്വേക്ക് ഉള്ളത്. നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു. മാപ്പിൽ കാണുന്ന ബ്രോഡ്വേ എൻട്രൻസിൽ നമ്മൾ നേരെ താഴോട്ട് മെയിൻ റോഡ് വരെ വരികയാണെങ്കിൽ നമ്മൾ ബ്രോഡ്വേ മൊത്തം കവർ ചെയ്യാം. അത് ഷൺമുഖം റോഡായിട്ട് ചേരും. നമുക്ക് ജിയോ സ്ട്രീറ്റിന്റെ കാഴ്ചകൾ കണ്ടിന്യൂ ചെയ്യാം. പറയാത്ത വാക്കായി എൻ്റെ ഹൃദയത്തിൽ മുഴങ്ങുന്നു. കാലം മഞ്ഞായി വീണാലും ഓർമ്മകളിൽ നീ നിറയുന്നു. അങ്ങനെ നമ്മൾ മാർക്കറ്റ് റോഡ് എത്താറായിട്ടുണ്ട്. ഇവിടെ കുറെ ബേക്കറി, ചിപ്സ് കടകളെല്ലാം ഉണ്ട്. ഇതവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ഇവിടെ അടുത്താണ്. അടുത്തതായി ഫ്ലവർ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഇനി അധികം ലൈറ്റ്സ് അങ്ങനത്തെ ഉള്ള ഷോപ്സ് ആണ്. ട്രേഡിങ്, ജനറൽ ആയിട്ടുള്ള ടൂൾസിന്റെ അങ്ങനത്തെ ഷോപ്സ് ആണ് കൂടുതൽ കേട്ടോ. ഇവിടെ ഇലക്ട്രോണിക് റിലേറ്റഡ് TV, ഫ്രിഡ്ജ് അങ്ങനത്തെ ഉള്ള കടകളും അവൈലബിൾ ആണ്. അതിന് നമ്മൾ പത്മ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് കൊച്ചി മെട്രോ എല്ലാം കാണാം. ഇവിടെ ജൂ സ്ട്രീറ്റ് എൻട്രൻസ് ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡ് ജൂ സ്ട്രീറ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോവാണ്. ഇവിടെ കാര്യമായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കൂടുതലുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.